ചത്ത പച്ചാന്ന് ഇറങ്ങിക്കോ എന്ന് കല്യാണരാമനിലെ സലീം കുമാറിന്റെ ഡയലോഗിൽ നിന്നാണ് ഈ പടത്തിന് പേര് വന്നേക്കുന്നത്. ചത്ത പച്ച. കംപ്ലീറ്റ് ഒരു അടി ഇടി പടം. ഒരു ന്യൂ ജനറേഷൻ വൈബ് പിടിച്ചിട്ടുള്ള പടമാണ്. പരീക്ഷണ പറക്കലാണ്. അർജുൻ അശോകനാണ് മെയിൻ കാസ്റ്റ്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, പിന്നെ ഇഷാൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ചേട്ടനാണ് പ്രൊഡ്യൂസർ. അദ്വൈത് നായർ ആണ് പടത്തിന്റെ കഥ സംവിധാനം. തിരക്കഥ എഴുതിയിരിക്കുന്നത് സനൂപ്. അതെ, തിരക്കഥ എഴുതിയിരിക്കുന്നത് സനൂപ് തൈക്കുടം. സിനിമാറ്റോഗ്രാഫർ ആനന്ദ് സി ചന്ദ്രൻ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭീകര ലൈറ്റിങ്ങും. ശരിക്കും ഞാനത് ആനന്ദാണ് ക്യാമറ എന്ന് നേരത്തെ കൂട്ടി മറിഞ്ഞിട്ടൊന്നുമല്ല. പടം കണ്ട് ഇത് ആരടാ ക്യാമറമാൻ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് എടുത്ത് വിക്കിപീഡിയ എടുത്ത് നോക്കിയായിരുന്നു. മ്യൂസിക് ശങ്കർ ഏസാൻ ലോയാണ്. അവർ മലയാളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എൻഡിൽ ക്രെഡിറ്റ്സ് കാണിച്ചപ്പോഴത്തേക്ക് അത് മുജീബ് മജീദാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്കോ, കളങ്കാവൽ, കിഷ്കിന്ദ കണ്ടൊക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒന്നും പറയാനില്ല, പുള്ളി വേറെ ലെവലാണ്. ഇതിനകത്ത് ഫൈറ്റ് സീക്വൻസും പരിപാടികളൊക്കെ ശരിക്കും ക്യാമറ, ലൈറ്റിങ്, അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ ഇതിനെ രസമാക്കി കൊണ്ടുവരുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും പരിപാടികളൊക്കെ തന്നെയാണ്. എനിക്ക് ശരിക്കും എൻ്റെ സ്കൂൾ ടൈം, പണ്ട് നമ്മൾ കൊച്ചിലെ ഈ WW ഒക്കെ കണ്ട് ഫാനായി നടക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്കൂളിലെ കുട്ടികൾ, നമ്മൾ പിള്ളേരൊക്കെ തന്നെ നമ്മൾ ഓരോരുത്തർ, നീ ഈ സ്റ്റോൺ ഗോൾഡ്, ഞാൻ അണ്ടർടേക്കർ, ഞാൻ ഗോൾഡ് വെറുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ, ഒരാൾ ബ്രോക്ക് ലെസ്നർ ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിരുന്ന പരിപാടികളും കാര്യങ്ങൾ, കട്ടിലുണ്ടായിരുന്നു. നമ്മൾ കസിൻസിനോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ കട്ടിലും മെത്തയൊക്കെ ഇങ്ങനെ പറക്കിയിട്ടിട്ട് നമ്മൾ ചെയ്തിരുന്ന പരിപാടികൾ. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പഴയ നമ്മളിലേക്ക് അത് ഓർമ്മയിലേക്ക് പോയി. 90s കിഡ്സ് ശരിക്കും എൻജോയ് ചെയ്തിരുന്ന ഒരു കുറെ പരിപാടികൾ, സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ആക്ച്വലി പടം കാണുമ്പോഴത്തേക്കും വരുന്നത്. അങ്ങനെയുള്ള അങ്ങനെ വളർന്ന പിള്ളേര് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയാൽ കൊച്ചിയിൽ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഉള്ള ഒരിതാണ് എന്റെ ട്രെയിലർ എന്ന് പറയുന്നത്. അതെങ്ങനെ, അതൊരു പരീക്ഷണ പരിപാടിയാണ് ആക്ച്വലി. എന്താണ് ഇതിന്റെ ഒരു വേൾഡ് ബിൽഡ് ചെയ്യണം. ആ പടം തുടങ്ങി ആദ്യത്തെ ഒരു 20 മിനിറ്റ് അവരങ്ങനെ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടാണ് കഥ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഒരു ലോജിക് ഉണ്ടോ, ഇങ്ങനെയൊക്കെ നടക്കാമോ, ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരീക്ഷണ സിനിമ തന്നെയാണ്. പൂർണ്ണമായിട്ടും പരീക്ഷണ സിനിമ തന്നെയാണ്. അതില് എത്രത്തോളം എന്റർടൈൻമെന്റ് വാല്യൂ ഇതിനകത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മൾ ചോട്ടാ മുംബൈ പടത്തിന്റെ റിലീസൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനി ശരിക്കും ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ പടമായിട്ട് ശരിക്കും ഭയങ്കര റിലേറ്റ് ചെയ്ത് തന്നെ. ചോട്ടാ മുംബൈ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് 2007 ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടമൊന്നുമല്ല. അതൊരു കോമഡിയാണ്. അതിനകത്ത് പറഞ്ഞ എല്ലാ ഒരു ടോട്ടൽ മാസ് എന്റർടൈനർ പരിപാടി എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. ഒരു ചോട്ടാ മുംബൈയുടെ യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥ പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു വേൾഡ് ബിൽഡിങ്ങും അങ്ങനത്തെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് ഇതിനകത്ത് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത്. കളറ്, കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, എല്ലാം. ഇതിന്റെ എഡിറ്റർ കൂടെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പ്രവീൺ പ്രഭാകറാണ്. മലയാളത്തിൽ നമുക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു എഡിറ്ററും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. മലയാളത്തിൽ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ദുൽഖറിന്റെ വേഫറാണ്. കാരണം അറിയാലോ, ഇപ്പൊ ധർമ്മ പ്രൊഡക്ഷൻസ്, ടി സീരീസ് മ്യൂസിക് ഒക്കെ ഇതിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ ശരിക്കും നല്ല രീതിയിൽ ഇതിന്റെ ഹൈപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. സോ ഹൈപ്പിന് ഉള്ള പടം ഇതിനകത്തുണ്ട്. കഥ, തിരക്കഥ, അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകണ്ട. അത് എങ്ങനെ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് സിമ്പിൾ കഥയാണ്. ചെറിയ പരിപാടികളാണ്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ചില ചെറിയ പരിപാടികൾ വെച്ചിട്ടാണ് ഇതിന്റെ പ്ലേ. അതേപോലെ ഫാമിലി ഇമോഷൻസ്, കുട്ടികൾ ഇതിനകത്ത് എസ്പെഷ്യലി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കുറച്ചധികം കുട്ടികൾ ഇതിനകത്ത് അവരുടെ എല്ലാം പെർഫോമൻസ്, എസ്പെഷ്യലി ആ പെൺകുട്ടി കൊച്ച് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന പഴയ കുറച്ച് ആൾക്കാർ ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് പുതിയ ആൾക്കാർ ഇത് പടത്തിനകത്തുണ്ട്. ഇപ്പം ആ ഫൈറ്റേഴ്സ് ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ വരുന്ന പിള്ളേരൊക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. എല്ലാവരും ഭയങ്കര രസമായിട്ട് ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടില്ല. അവരെല്ലാവരും ശരിക്കും അവരവരുടെ ഒരു ഐഡന്റിറ്റി രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടമായിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും, ലൈക് അർജുൻ അശോകൻ ഓൾവേസ് റോക്സ് എന്ന് പറയുന്ന അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ. അവൻ ഒരു നെഗറ്റീവ് സാധനം കിട്ടുമ്പോഴത്തേക്ക് പുള്ളി അതിനകത്ത് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാണ്. അത് വില്ലൻ പരിപാടികളൊക്കെ ടിപ്പിക്കൽ പരിപാടി തന്നെയാണ്. നേരത്തെ പറഞ്ഞു, സിമ്പിൾ കഥ ആകുമ്പോഴത്തേക്ക് വില്ലൻ പരിപാടികളൊക്കെ അത്ര വലിയ പരിപാടിയൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ ഗൂസ് ബംസ് വരേണ്ട അടുത്ത് ഗൂസ് ബംസ്, ഇമോഷണലി കണക്ട് ആവേണ്ട അടുത്ത് നമ്മൾ കണക്ട് ആവുക. നമ്മൾ ആ ഒരു 2 മണിക്കൂർ സമയം എൻഗേജ് ചെയ്യിച്ച് ചെറിയൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തന്ന് അവസാനിക്കുകയാണ് പടം.
ആക്ഷൻ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര വയലൻസോ പരിപാടികളൊന്നുമില്ല. കലൈ കിങ്സൺ ആണ് ഇതിനകത്ത് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് ഇപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന WWE എങ്ങനെയുള്ള ഫൈറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ മൂവ്സ് ഒക്കെ ഉണ്ടല്ലോ, ചോക്ക് സ്ലാം, അതുപോലെ നമ്മുടെ ഷോൺ മൈക്കിൾസിന്റെ കാല് പൊക്കിയുള്ള കിക്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ശരിക്കും നമുക്കൊരു റീവിസിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമുക്കൊരു ഓക്കെ നമ്മൾ പണ്ട് കണ്ട ഒരു പരിപാടി നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്ന രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. ഡയറക്ടർ അദ്വൈത് നായരാണ് എനിക്ക് ഇതിനകത്ത് കൂടുതൽ ക്രെഡിറ്റ്സ് കൊടുക്കാൻ തോന്നുന്നു. പുള്ളി ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ പിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കൃത്യമായിട്ട് വരുന്നു, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ വരുന്നു, മമ്മൂട്ടി ഇന്ന വരുന്നു, ലൈക്ക് നല്ലൊരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് ഹോപ്പ്ഫുള്ളി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. 26 മലയാളത്തിലെ ആദ്യത്തെ തൂക്കിയടി നടന്നിരിക്കുകയാണ്. ബോക്സ് ഓഫീസിനെ ചോക്സ്ലാം അടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ചത്താപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് നിങ്ങളും പോയി കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ബൈ.